these rotting tree trunks, something is alive. They can stand upright and produce spores, but they're not fungi or plants. When they're hungry, they spread across the forest, chasing food, but they're not animals. They're slime molds. A slime mold exists at the boundary between liquid and solid. Each one is like one big cell. And it moves in a very strange way. See how it pulses? A little bit forward, a little bit back, spreading and searching for bacteria or fungi to eat. They move just by changing their shape. Scientists want to know how this works, so they brought a type of slime mold into the lab and fed it some oats. At the University of California in San Diego, they put a piece of slime mold under a microscope, watched its weird pulsating movement up close. Water, moving in waves, carries tiny calcium molecules from back to front and back again. The molecules are too small to see. They're not those circles. Those are the slime mold's many nuclei, among other stuff. But scientists can track the calcium flow. In this video, it appears in light blue. The calcium triggers a reaction that makes the cell wall contract. That contracting and sloshing helps the slime mold inch forward, bit by bit. And it kind of begs the question, could we build something that moves that way? Fluid and powered by chemical reactions. Like this Japanese walking gel, maybe this is a really early step towards some hypothetical robotic goo that could squeeze into the narrowest parts of. പ്രിയ വിദ്യാർത്ഥികളെ, വെൽക്കം ടു ആൾ. നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു അല്ലേ? അപ്പോൾ അതിലൊരു ഓർഗാനിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഏത് ഓർഗാനിസമാണ് വീഡിയോയിൽ പറയുന്നത്? സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തെ കുറിച്ചാണ് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ 5 ഗ്രൂപ്പുകളുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്. ഈ 3 ഗ്രൂപ്പുകൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തു. കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ക്യാരക്ടേഴ്സും അതിലെ ആദ്യത്തെ 3 ഗ്രൂപ്പുകളും ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ്, അതുപോലെ യൂഗ്ലിനോയിഡ്സ്. ഇനി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ ഗ്രൂപ്പായ സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എന്താണ് സ്ലൈം മോൾഡ്സ്? സ്ലൈം മോൾഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്ലൈം മോൾഡ്സിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി വിശദമായ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, അതിനുശേഷം വരുന്ന 4ാമത്തെ ഗ്രൂപ്പാണ് സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ആദ്യത്തെ 3 ഗ്രൂപ്പുകൾ നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ലൈം മോൾഡ്സ്. സ്ലൈം മോൾഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ, വിചിത്രവും വിസ്മയകരവുമായ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണ് സ്ലൈം മോൾഡ്സ്. അപ്പോൾ നമ്മൾ 5 കണ്ടം ക്ലാസിഫിക്കേഷനെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡീമെറിറ്റായി പറഞ്ഞൊരു കാര്യം സ്ലൈം മോൾഡ്സിനെ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്ലൈം മോൾഡ്സിനെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റ് ഗ്രൂപ്പിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത ജീവജാലങ്ങളാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വന്നത്. അപ്പോൾ ഈ 5 കണ്ടം ക്ലാസിഫിക്കേഷനിൽ ഒരു ഡീമെറിറ്റ്സ് ആയി നമ്മൾ പറഞ്ഞത് സ്ലൈം മോൾഡ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ പ്രൊട്ടിസ്റ്റ്. അതല്ലേ, കിങ്ഡം പ്രൊട്ടിസ്റ്റിലെ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ള ഗ്രൂപ്പാണെന്ത്? സ്ലൈം മോൾഡ്സ്. അതിനെ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 5 കണ്ടം ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയി നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ട്. അത് ഈ 5 കണ്ടം ക്ലാസിഫിക്കേഷനിൽ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ അല്ലാതെ സ്ലൈം മോൾഡ്സിനെ മറ്റേതൊരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ സ്ലൈം മോൾഡ്സിനെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സ്ലൈം മോൾഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ വെരി സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ ഓർഗാനിസംസ് എന്നാണ്. വളരെ മനോഹരമായതും എന്നാൽ വളരെ വിചിത്രവുമായ ഒരു വിഭാഗം ജീവികളാണ് ഈ സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കിങ്ഡം പ്രൊട്ടിസ്റ്റ യൂക്കാരിയോട്ടിക് ഓർഗാനിസമാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഈ സ്ലൈം മോൾഡ്സും എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്, യൂക്കാരിയോട്ടിക് ടൈപ്പ് ഓർഗാനിസമാണ്. അപ്പോൾ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ് ഈ സ്ലൈം മോൾഡ്സും.
അപ്പോൾ ഇവരുടെ ജീവിതം അല്ലെങ്കിൽ അവരൊരു മൈന്യൂട്ട് ടൈനി സെൽസ് ആണ്, യൂണിസെൽ ഓർഗാനിസം ആണ്, സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെങ്കിലും ഈ സിംഗിൾ സെൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ജീവിയെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഓർഗാനിസമാണ് ഈ സ്ലൈം മോൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെങ്കിലും ഒരു വലിയ ജീവിയെ പോലെ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ജീവിയെ പോലെ ജീവിക്കുന്നു. ആ ജീവിക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ അനിമൽസിനെ പോലുള്ള മറ്റു ഓർഗാനിൽസ് ഒന്നും ഈ സ്ലൈം മോൾസിനില്ല. ഒരേ സമയം സിംഗിൾ സെല്ലാണ്, ആ സിംഗിൾ സെൽ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ജീവിയെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണത്. നമ്മൾ പറഞ്ഞു സിംഗിൾ സെൽഡ് ആണ്, ഒരു വലിയ ജീവിയാകുന്നു. ആ വലിയ ജീവി എന്ന് പറഞ്ഞാൽ പല കളർഫുൾ ആയിരിക്കാം. യെല്ലോ കളറ്, വൈറ്റ് കളറ്, ഡാർക്ക് ബ്രൗണ്, പിങ്ക്, ഇങ്ങനെ പല നിറത്തിലും പല ഷേപ്പിലും ഈ സ്ലൈം മോൾസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ലൈം മോൾസിനെ പല രൂപത്തിലും നമുക്ക് കാണാൻ പറ്റുന്നു, പല കളറിലും കാണാൻ സാധിക്കുന്നു. ഈ സ്ലൈം മോൾസിന്റെ അപ്പിയറൻസ് അനുസരിച്ച് ഇതിന് പല പേരും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ കാണാം ചോക്ലേറ്റ് ട്യൂബ് സ്ലൈം മോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഇങ്ങനെ മനസ്സിലാവുന്നത് ചോക്ലേറ്റ് ട്യൂബ് സ്ലൈം മോൾഡ്സ്. അപ്പോൾ ഈ ഒരു സ്ലൈം മോൾഡ്സിന്റെ അപ്പിയറൻസ് അനുസരിച്ച് പല പേരിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണമാണ് ചോക്ലേറ്റ് സ്ലൈം മോൾഡ്, ചോക്ലേറ്റ് ട്യൂബ് സ്ലൈം മോൾഡ്സ്. മറ്റൊരു ഗ്രൂപ്പാണ് വോൾഫ് മിൽക്ക് സ്ലൈം മോൾഡ്, വോൾഫ് മിൽക്ക് സ്ലൈം മോൾഡ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കാണുന്ന സ്ലൈം മോൾഡ്സിനെ പറയുന്നതാണ് വോൾഫ് മിൽക്ക് സ്ലൈം മോൾഡ്. മറ്റൊരു സ്ലൈം മോൾഡാണ് വൈറ്റ് കോറൽ സ്ലൈം മോൾഡ്, വൈറ്റ് കോറൽ സ്ലൈം മോൾഡ്. അപ്പോൾ ഈ ഒരു സ്ലൈം മോൾഡ്സിന്റെ അപ്പിയറൻസ് വൈറ്റ് കളറാണ്, വൈറ്റ് കോറൽ സ്ലൈം മോൾഡ്സ്. മറ്റൊന്നാണ് ടാപ്പിയോക്ക സ്ലൈം മോൾഡ്, ടാപ്പിയോക്ക സ്ലൈം മോൾഡ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, വൈറ്റ് കളറിൽ തന്നെ ടാപ്പിയോക്ക സ്ലൈം മോൾഡ്സ്. മറ്റൊന്നാണ് റെഡ് റാസ്ബെറി സ്ലൈം മോൾഡ്, റെഡ് റാസ്ബെറി സ്ലൈം മോൾഡ്. അപ്പോൾ വളരെ നല്ല ഭംഗിയുള്ള നിറത്തിൽ കാണപ്പെടുന്നതാണ് റെഡ് റാസ്ബെറി സ്ലൈം മോൾഡ്സ്. അതുപോലെ പ്രെറ്റ്സൽ സ്ലൈം മോൾഡ് അല്ലെ, ഇങ്ങനെ കെട്ടുപണിഞ്ഞ് കിടക്കുന്ന പോലത്തിലുള്ള സ്ലൈം മോൾഡ്സ്, അതാണെന്ത് പ്രെറ്റ്സൽ സ്ലൈം മോൾഡ്. പ്രെറ്റ്സൽ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടുകളായി കാണപ്പെടുന്ന പോലെയുള്ള ഒരു അപ്പിയറൻസ് ഉള്ളതാണ് പ്രെറ്റ്സൽ സ്ലൈം മോൾഡ്. അതുപോലെ ഒന്നാണ് സ്ക്രാമ്പിൾഡ് എഗ് സ്ലൈം, നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ ചിതറിച്ച പോലെയുള്ള ഒരു സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ ഡോഗ്സ് വോമിറ്റ് സ്ലൈം മോൾഡ്സ്, ഡോഗ്സ് വോമിറ്റ് സ്ലൈം മോൾഡ് അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് സ്ലൈം മോൾഡ്. അപ്പോൾ ഈ സ്ലൈം മോൾഡ്സിന്റെ അപ്പിയറൻസ് അനുസരിച്ച് ഇങ്ങനെ പല തരത്തിലും പല രൂപത്തിലും കാണപ്പെടുന്നുണ്ട്, പല കളറിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ലൈം മോൾഡ്സിന് ഈ ഭൂമിയിലെ ഏറ്റവും സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സെൽഡ് ആണെങ്കിലും ആ സിംഗിൾ സെല്ല് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ജീവിയെ പോലെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ആ സിംഗിൾ സെല്ല് വളർന്ന് ഒരു മെഗാ സെല്ലായി കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും ഈ സ്ലൈം മോൾഡ്സിനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സ്ലൈം മോൾഡ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന്. The slime molds include very interesting and peculiar organisms. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്, which shows the characteristics of both animals and fungi. ഫംഗസിന്റെയും ആനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് പെക്യൂലിയർ ഓർഗാനിസം ആണത് സ്ലൈം മോൾഡ്സ്. The slime molds include very interesting and peculiar organisms which share the characters of both animals and fungus. അപ്പോൾ നമ്മൾ മുമ്പ് യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിച്ച് ഷെയർ ബോത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നായിരുന്നു അല്ലേ. ഇവിടെ സ്ലൈം മോൾഡ്സിലേക്ക് വരുമ്പോൾ അത് വിച്ച് ഷോ ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ഫംഗസ് ആൻഡ് ആനിമൽസ്, ഫംഗസിന്റെയും ആനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ത് സ്ലൈം മോൾഡ്സ്. ദ സ്ലൈം മോൾഡ്സ് പ്രൊഡ്യൂസ് സ്പോർസ് ലൈക്ക് ഫംഗൈ, ഫംഗസിനെ പോലെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രീപ് സ്ലോലി ലൈക്ക് ആനിമൽസ്, ആനിമൽസിനെ പോലെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദ സ്ലൈം മോൾഡ്സ് പ്രൊഡ്യൂസ് സ്പോർസ് ലൈക്ക് ഫംഗൈ ബട്ട് ക്യാൻ ക്രീപ് സ്ലോലി ഓവർ സർഫസസ് ആൻഡ് ദെർഫോർ മൊട്ടൈൽ ലൈക്ക് ആനിമൽസ്. അപ്പോൾ ഈ ഫംഗസിന്റെയും ആനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ സ്ലൈം മോൾഡ്സിനുള്ളത്? ഫംഗസിനെ പോലെ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആനിമൽസിനെ പോലെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ദീസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് കോൾഡ് ഫംഗസ് ആനിമൽസ്. ഈ സ്ലൈം മോൾഡ്സിനെ ആദ്യം വിളിച്ചിരുന്നത് ഫംഗസ് ആനിമൽസ് എന്നാണ്. കാരണം ഫംഗസിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്, ആനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തെ ഈ സ്ലൈം മോൾഡ്സിനെ പറഞ്ഞത് ഫംഗസ് ആനിമൽസ് എന്നാണ്. ആൻഡ് സ്ലൈം മോൾഡ്സ് ആർ ഏർലിയർ ഗ്രൂപ്പ്ഡ് അണ്ടർ ദ കിങ്ഡം ഫംഗൈ.
ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലൊക്കെ ഈ സ്ലൈം മോൾസിനെ ഫംഗസിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സ്ലൈം മോൾസ് എന്ന് പറഞ്ഞാൽ ഫംഗസ് എന്നാണ് അർത്ഥത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ ഈ സ്ലൈം മോൾസിനെ ഗ്രൂപ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ ഏർലിയർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ഈ സ്ലൈം മോൾസ് ഉൾപ്പെട്ടിരുന്നത് ഫംഗസിൻ്റെ ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അതിന് ഫംഗസ് അനിമൽസ് എന്ന് പറയുന്നുണ്ട്. കാരണം ഫംഗസിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ദി മോഡേൺ ബയോളജിസ്റ്റ് ഇൻക്ലൂഡ് സ്ലൈം മോൾസ് അണ്ടർ ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ ആൻഡ് ദേ കോൾഡ് ദിസ് ആസ് പ്രൊട്ടിസ്റ്റന്റ് ഫഞ്ചൈ. അപ്പോൾ ഈ പുതിയ ക്ലാസിഫിക്കേഷനിൽ മോഡേൺ ക്ലാസിഫിക്കേഷനിൽ ഈ സ്ലൈം മോൾസിനെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി അങ്ങനെ അതിനെ പറയുന്ന പേര് പ്രൊട്ടിസ്റ്റന്റ് ഫംഗസ് എന്ന പേരിൽ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്ലൈം മോൾസ് എന്ന് പറഞ്ഞാൽ അതിന് ഫംഗസിൻ്റെയും ആനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിനാദ്യം വിളിച്ചിരുന്നത് എന്താണ് ഫംഗസ് ആനിമൽസ് എന്നായിരുന്നു. ആദ്യം ഫംഗസിൻ്റെ ഗ്രൂപ്പിലായിരുന്നു അതിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. എന്നാൽ മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം ഈ ഫംഗസിനെ സ്ലൈം മോൾസിനെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണ് ഉൾപ്പെടുത്തിയത്. എന്നിട്ട് അതിനെ പറയുന്നത് പ്രൊട്ടിസ്റ്റന്റ് ഫഞ്ചൈ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ലൈം മോൾസിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഏകദേശം സ്ലൈം മോൾസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഫംഗസ് ആനിമൽസ് ആണ്. ഫംഗസിൻ്റെയും ആനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് പ്രൊട്ടിസ്റ്റന്റ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തത്. പ്രൊട്ടിസ്റ്റന്റ് ഫംഗസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സ്ലൈം മോൾസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി സ്ലൈം മോൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ്. സാപ്രോഫൈറ്റിക് ആണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ഡീകമ്പോസർ പ്രൊട്ടിസ്റ്റ്. ഇപ്പോൾ ഫംഗസ് എന്ന് ഈ സ്ലൈം മോൾസ് എന്ന് പറയുന്നത് എന്താണ്? സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ്. നമുക്കറിയാം ഫംഗസും സാപ്രോഫൈറ്റിക് ആണ്. അതുപോലെ തന്നെ സ്ലൈം മോൾസും സാപ്രോഫൈറ്റിക് ആണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ഡീകമ്പോസർ പ്രൊട്ടിസ്റ്റ്. ഇപ്പോൾ ഡീകമ്പോസർ എന്നാൽ ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ വിഘടിപ്പിക്കുന്ന ഓർഗാനിസം, അതാണ് ഡീകമ്പോസർ. അപ്പോൾ ഈ പ്രൊട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സാപ്രോഫൈറ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ കൺസ്യൂമർ ഡീകമ്പോസർ പ്രൊട്ടിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം. പ്രത്യേകം മനസ്സിലാക്കണം, ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ ഈ പല തരത്തിലും പല ഷേപ്പിലും പല നിറത്തിലും കാണുന്നു എന്ന് വിചാരിച്ചിട്ട് ഇതെന്തല്ല മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ല. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ ഈ സ്ലൈം മോൾസും എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം. അപ്പോൾ ഈ കാണുന്ന ഒരിക്കലും ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം നമ്മൾ പറയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. The slime mold cells can function independently but often aggregate together in a show of multicellularity. അപ്പോൾ ഇവര് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ സിംഗിൾ സെൽ ഓർഗാനിസം ആണെങ്കിലും ആ സിംഗിൾ സെല്ലിന് ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതേസമയം ഈ സിംഗിൾ സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ദേ വിൽ ഓഫൺ അഗ്രിഗേറ്റ്. ആ യൂണിസെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ദേ ഷോ ഓഫ് മൾട്ടി സെല്ലുലാരിറ്റി. ആ സിംഗിൾ സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പോലെ കാണിക്കുന്നു. അതാണ് ഈ സ്ലൈം മോൾസിൻ്റെ ഒരു പ്രത്യേകത. സോ ദി സ്ലൈം മോൾസ് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഈവൻ ദോ ദാറ്റ് യൂണിസെല്ലുലാർ ഓർ സിംഗിൾ സെൽസ് ക്യാൻ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ആ ഓരോ സിംഗിൾ സെല്ലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ദേ ഓഫൺ അഗ്രിഗേറ്റ്, അവർ ഒരുമിച്ച് ചേർന്ന് ദേ ഷോ എ ഗ്രൂപ്പ് സ്ട്രക്ചർ ഓഫ് മൾട്ടി സെല്ലുലാരിറ്റി. അപ്പോൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പോലെ ഇങ്ങനെ പല ഷേപ്പിലും കാണപ്പെടുന്നതാണ് സ്ലൈം മോൾസ്. യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, പക്ഷേ മൾട്ടി സെല്ലുലാരിറ്റി കാണിക്കുന്നു. ആൻഡ് ദേ ലിവ് ഓൺ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. നമ്മൾ പറഞ്ഞു ദേ ആർ സാപ്രോഫൈറ്റിക് ആണ്. അപ്പോൾ സാപ്രോഫൈറ്റിക് ആകുമ്പോൾ അവരെവിടെ ജീവിക്കുക? ദേ ലിവ് ഓൺ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. അതായത് ഈ ചീഞ്ഞഴിയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ചത്തുപോയ ചീഞ്ഞളിയുന്ന വസ്തുക്കളിലാണ് ഇവർ ജീവിക്കുന്നത്. ദേ ലിവ് ഓൺ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ഇൻ ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് ഹാബിറ്റാറ്റ്സ്. കരയിലും വെള്ളത്തിലും അവർ ജീവിക്കുന്നു. കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഈ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഘടിച്ചുകൊണ്ടിരിക്കുന്ന ഡെഡ് ഓർഗാനിക് മെറ്റീരിയലാണ്, ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയലാണ് ഇവർ സ്ലൈം മോൾസ് ജീവിക്കുന്നത്. ആൻഡ് ദേ ആർ ക്വൈറ്റ് കോമൺ ഇൻ ലോൺസ് ആൻഡ് മോയ്സ്റ്റ് ഫീൽഡ്. ഈ നമ്മുടെ പുൽത്തകിടിയിൽ അല്ലെങ്കിൽ പുല്ലിൽ, മരത്തിൽ, അതുപോലെ മോയിസ്റ്റ് ഫീൽഡ്, നനവുള്ള പ്രദേശത്തൊക്കെ ഈ സ്ലൈം മോൾസിനെ കാണപ്പെടാറുണ്ട്. എവിടെ ഡെഡ് ഓർഗാനിക് മാറ്റർ ഉണ്ടോ അവിടെയൊക്കെ സ്ലൈം മോൾസിന് വളരാൻ സാധിക്കും. അത് അക്വാറ്റിക് എൻവയോൺമെൻ്റ് ആണെങ്കിലും ടെറസ്ട്രിയൽ എൻവയോൺമെൻ്റ് ആണെങ്കിലും സ്ലൈം മോൾസ് ഈ ഡെഡ് ഓർഗാനിക് മാറ്റർ അതിനെ ഫുഡായി സ്വീകരിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്നു. അപ്പോൾ സ്ലൈം മോൾസിൻ്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡീകമ്പോസർ പ്രൊട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നു.
ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം, സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. പക്ഷേ ആ ഓരോ സിംഗിൾ സെല്ലിനും ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിലും ദേ അഗ്രഗേറ്റ് ടു ഫോം എ ഷോ ഓഫ് മൾട്ടി സെല്ലുലാരിറ്റി. ആ ഓരോ സിംഗിൾ സെൽസും ഒരുമിച്ച് ചേർന്ന് മൾട്ടി സെല്ലുലാർ പോലെ കാണിക്കുന്നു. ആൻഡ് ദേ ലിവ് ഓൺ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, സാപ്രോഫൈറ്റിക് ആണ്. അപ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയലാണ് അവർ ജീവിക്കുന്നത്, അതിനെ ആഹാരമായി ജീവിക്കുന്നു. അത് ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റ് ആണെങ്കിലും അക്വാറ്റിക് എൻവയോൺമെൻറ്റ് ആണെങ്കിലും. ഇനി മറ്റു ചില ക്യാരക്ടേഴ്സ് സ്ലൈമോൾസ്, ദേ ലാക്ക് സെൽ വാൾ, അവർക്ക് എന്തില്ല, സെൽ വാൾ ഇല്ല. ആൻഡ് ദെയർഫോർ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ദെയർ ഔട്ടർ കവറിങ്. അപ്പോൾ ഈ സ്ലൈമോൾസിന് സെൽസിന് എന്തില്ല, സെൽവാൾ ഇല്ല. സെൽവാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പുറമേയുള്ള ലെയർ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിന് പുറത്ത് പെല്ലിക്കിളോ സെൽവാളോ അങ്ങനത്തെ ഒരു ലെയറും ഇല്ല. നമ്മൾ മുമ്പ് ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ് അതിലൊക്കെ സെൽവാൾ ഉണ്ട്. എന്നാൽ യൂഗ്ലിനോയിഡ്സിൽ പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. എന്നാൽ സ്ലൈമോൾസിലെത്തുമ്പോൾ ഒരു ലെയറും ഇല്ല. പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഔട്ടർ ലെയർ, അതിന് പുറത്ത് മറ്റ് പെല്ലിക്കിളോ സെൽവാളോ അങ്ങനത്തെ ഒരു ലെയറും ഇല്ല. സോ slimoles lack cell wall and therefore plasma membrane is their outer covering. അവിടെ ഏറ്റവും പുറമേയുള്ള ലെയർ എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിന് പുറത്ത് മറ്റ് സെൽവാളോ മറ്റ് യൂഗ്ലിനോയിഡ്സിനെ പോലെയുള്ള പെല്ലിക്കിളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. പ്ലാസ്മ മെംബ്രെയിൻ ആണ് അവരുടെ ഏറ്റവും പുറമേയുള്ള ലെയർ. ആൻഡ് ദേ ലാക്ക് ക്ലോറോഫിൽ, ഇവർക്ക് എന്തില്ല, ക്ലോറോഫിലും ഇല്ല. ആൻഡ് ദേ ഫീഡ് ഓൺ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡീകമ്പോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇവർ ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ അവരുടെ ആഹാരം എന്താണ്, ദേ ഫീഡ് ഓൺ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസത്തെ വളരെ ചെറുതായ സൂക്ഷ്മജീവികളെ ഇവർ ആഹാരമാക്കുന്നു. അതേസമയം ദേ ഡീകമ്പോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ, ഈ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളെ വിഘടിപ്പിച്ച് അതിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു. അപ്പോൾ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ദേ മേ ബി ഫാഗോട്രോഫിക് ഓർ സാപ്രോട്രോഫിക്. ഫാഗോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഈ ആഹാരത്തെ വിഴുങ്ങുക, അതായത് ബാക്ടീരിയ അതുപോലുള്ള സൂക്ഷ്മജീവികളെയൊക്കെ വിഴുങ്ങുക. അതുകൊണ്ടാണ് ഇതിനെന്ന് പറയുന്നത് ഫാഗോട്രോഫിക് എന്ന് പറയാം. അതല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ വിഘടിപ്പിക്കുക, അതിനെ പറയുന്നതാണെന്ത്, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ ഇവർക്ക് എന്തില്ല, ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല, ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയില്ല. അപ്പോൾ അവരെങ്ങനെ ആഹാരം എടുക്കുന്നത്, ദേ ഫീഡ് ഓൺ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. ചെറിയ ബാക്ടീരിയ ഫംഗസിനൊക്കെ ആഹാരമാക്കുന്നു, വിഴുങ്ങുന്നു. അതുകൊണ്ട് അതിന് ഫാഗോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ദേ ഡീകമ്പോസ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ, അപ്പോൾ അതിനെ പറയുന്നതാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ ഉണ്ട്, ഫാഗോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ആൻഡ് സം സ്ലൈമോൾസ് ആർ പാരസൈറ്റിക്. ചില സ്ലൈമോൾസ് പാരസൈറ്റിക് ആണ്, വളരെ റയർ ആയിട്ട് മാത്രമാണ് പാരസൈറ്റിക് സ്ലൈമോൾസിനെ കാണപ്പെടുന്നത്. മറ്റ് ജീവനുള്ള ജീവികളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നതാണ് പാരസൈറ്റിക്. ഇപ്പോൾ പരാദജീവികൾ, ഇപ്പോൾ ചില സ്ലൈമോൾസ് പാരസൈറ്റിക് ആണ്, റയർ ആയിട്ട് മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി ഈ സ്ലൈമോൾസിലെ ക്ലാസിഫിക്കേഷൻ വരികയാണ്. പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് സ്ലൈമോൾസിലുള്ളത്. ഒന്ന് എ സെല്ലുലാർ സ്ലൈമോൾസ് എന്നും മറ്റത് സെല്ലുലാർ സ്ലൈമോൾസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ സ്ലൈമോൾസിനെ രണ്ടാക്കി തിരിക്കാം, സെല്ലുലാർ സ്ലൈമോൾസ് എന്നും എ സെല്ലുലാർ സ്ലൈമോൾസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, എ സെല്ലുലാർ സ്ലൈമോൾസ്, മറ്റൊന്നാണ് സെല്ലുലാർ സ്ലൈമോൾസ്. അപ്പോൾ നിങ്ങളുടെ +1 ബുക്കിൽ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെല്ലുലാർ സ്ലൈമോൾസിനെ കുറിച്ചിട്ടാണ്. സെല്ലുലാർ സ്ലൈമോൾസ് നിങ്ങളുടെ ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, എസെല്ലുലാർ സ്ലൈമോൾസിനെ കുറിച്ചാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ ഈ എസെല്ലുലാർ സ്ലൈമോൾസിനെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലൈമോൾസിൻ്റെ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എസെല്ലുലാർ സ്ലൈമോൾഡും സെല്ലുലാർ സ്ലൈമോൾഡും. ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കേണ്ടതില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്, എസെല്ലുലാർ സ്ലൈമോൾഡ് ആണ്. വേണമെങ്കിൽ സെല്ലുലാർ സ്ലൈമോൾഡ് ലാസ്റ്റ് പറയാം എന്താണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ആദ്യം സെല്ലുലാർ സ്ലൈമോൾസ്. എന്താണ് എസെല്ലുലാർ സ്ലൈമോൾസ്? അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദി എസെല്ലുലാർ സ്ലൈമോൾഡ് occur as a multinucleate mass of protoplasm. ഇപ്പോൾ ഈ എസെല്ലുലാർ സ്ലൈമോൾസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ എസെല്ലുലാർ സ്ലൈമോൾസ് എല്ലാം കൂടെ ചേർന്ന് ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ആയിട്ട് കാണപ്പെടുന്നു. പ്രോട്ടോപ്ലാസം എന്ന് നമുക്കറിയാം എന്താ, സെൽ മെംബ്രെയിനും അതിൻ്റെ സൈറ്റോപ്ലാസവും അതിൻ്റെ ഓർഗനൽസ് എല്ലാം കൂടെ ചേർന്നാണത് പ്രോട്ടോപ്ലാസം. ഈ എൻവയോൺമെന്റുകളിൽ അനുകൂലമാണെങ്കിൽ ഈ സ്ലൈമോൾസ് എങ്ങനെയായിട്ട് കാണപ്പെടുന്നത്, ഇറ്റ് ഈസ് എ മൾട്ടി ന്യൂക്ലിയേറ്റഡ് വാൾലെസ്
mass of protoplasm. Multinucleate wall-less mass of protoplasm. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതൊരു സെൽ മെംബ്രെയിൻ ആണ്. അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സ്ലൈമോൾസ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ കവർ ചെയ്തൊരു പ്ലാസ്മ മെംബ്രെയിനും. അപ്പോൾ ഈ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദി എസെല്ലുലാർ സ്ലൈമോൾസ് ഒക്കർ ആസ് എ മൾട്ടി ന്യൂക്ലിയേറ്റഡ് വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഈ ഓരോ ന്യൂക്ലിയസിന് എന്തില്ല? വാളില്ല, സെൽ മെംബ്രെയിൻ ഇല്ല. അതാണ് വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ സെല്ല് പോലെ കാണിക്കുന്നു, ഒരു മെഗാ സെല്ലായിട്ട് കാണും. അപ്പോൾ ഓരോ ഈ ഒരു സെല്ലിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഓരോ ന്യൂക്ലിയസിനും എന്തില്ല? സെൽ വാളില്ല. അതാണെന്ന് പറയുന്നത് വാൾലെസ്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഇല്ല. സെൽ മെംബ്രെയിനോ സെൽ വാളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ദിസ് അഗ്രിഗേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് നോൺ ആസ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത്? പ്ലാസ്മോഡിയം. അപ്പോൾ ഇതൊക്കെ ഒരു സിംഗിൾ സെല്ല് അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെ, ഈ ഒരു മാസ് ഓഫ് പ്രോട്ടോപ്ലാസത്തെ പറയുന്ന പേരാണെന്ത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയം എന്നതാണ് ഇറ്റ് ഈസ് എ മൾട്ടി ന്യൂക്ലിയേറ്റഡ് വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, ഒരു അഗ്രിഗേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് സെൽസിന്റെ പ്രോട്ടോപ്ലാസം ഒരുമിച്ച് കൂടി ചേർന്ന പോലുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരുപാട് സെൽസിന്റെ, ഇതൊക്കെ ഇങ്ങനെ ഇൻഡിവിജ്വൽ സെൽസ് ആയിരിക്കാം. എന്നാൽ ഈ സെൽ മെംബ്രെയിൻ ഒന്നും ഇല്ലാതെ ഒരുപാട് സെൽസ് ഒരുമിച്ച് കൂടി ചേർന്നുള്ള ഒരു അഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മയായി കാണപ്പെടുന്നു. ആ ഒരു കൂട്ടായ്മയെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പ്, ഒരു വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോ പ്ലാസ്മോഡിയങ്ങളാണ്. ഓരോ പ്ലാസ്മോഡിയം സ്ട്രക്ചറാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഓരോ പ്ലാസ്മോഡിയാണ്. അതെല്ലാം മൾട്ടി ന്യൂക്ലിയേറ്റഡ് വാൾലെസ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, ഒരു സിംഗിൾ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ആണ്. അതായത് ഒരു സിംഗിൾ സെല്ലിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചർ ആണെന്ത്? ഈ പ്രോട്ടോപ്ലാസം, പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. This mass of protoplasm or plasmodium may grow and spread over several feet. അപ്പോൾ ഈ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതിങ്ങനെ മൂവ് ചെയ്യും, ലൈക്ക് ആൻ ഫ്ലോസ് അലോങ് ഇൻ ആൻ അമീബോയിഡ് മാനർ. ഈ അമീബ മൂവ് ചെയ്യുന്ന പോലെ അതൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അതിൻ്റെ ബോഡി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ഓൺ ദ സോയിൽ ഓർ ദ സർഫസ് ഓഫ് ഡെഡ് ലീവ്സ് ഓർ ഓൺ റോട്ടിംഗ് ലോഗ്. ഇപ്പോൾ സോയിലോ അല്ലെങ്കിൽ ലീഫിൻ്റെ സർഫസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ താഴെ വീണ് കിടക്കുന്ന, അല്ലെങ്കിൽ ഡെഡായി താഴെ വീഴാൻ ലീഫിലോ മരക്കഷ്ണങ്ങളിലോ ഒക്കെ ഈ പ്ലാസ്മോഡിയം മൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ ഒരു വീഡിയോയിൽ, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ പ്ലാസ്മോഡിയത്തിൻ്റെ മൂവ്മെൻറ്റ്. അതിൻ്റെ ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ആ ഒരു മൂവ്മെൻറ്റ് അമീബോയിഡ് മാനറിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആസ് ഇറ്റ് മൂവ്സ് എലോങ് ഇറ്റ് എൻഗൾഫ്സ് ദ ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ ഒരു അമീബോയിഡ് മൂവ്മെൻറ്റ്, അതായത് ഇതിൻ്റെ ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗത്ത് മൂവ് ചെയ്യില്ല, അതിൻ്റെ ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് മൂവ്മെൻ്റ് ആണ് ഈ പ്ലാസ്മോഡിയത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ സ്ലൈം മോൾഡിൽ കാണുന്നത്. ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തെയും മറ്റു ഓർഗാനിക് മെറ്റീരിയലിനെല്ലാം ഇതിൻ്റെ ബോഡിക്കകത്തേക്ക് എടുക്കുന്നു. ഇറ്റ് എൻഗൾഫ് എന്താ? വിഴുങ്ങുക. അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തെ, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെയുള്ള ഡെഡ് ആൻഡ് ഡിക്കേയിങ് ഓർഗാനിക് മാറ്റർ, അതിനെല്ലാം ഈ ബോഡിക്കകത്തേക്ക് എടുക്കുന്നു, എൻഗൾഫ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ സ്ലൈമോൾസിൻ്റെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ ഈ എസെല്ലുലാർ സ്ലൈമോഡിലാണ് ഈ ഒരു പ്ലാസ്മോഡിയം എന്നുള്ള ഒരു സ്ട്രക്ചർ കാണുന്നത്. ഈ പ്ലാസ്മോഡിയം പല ഷേപ്പിലും കാണാം. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ, ഫേവറബിൾ കണ്ടീഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ ദ പ്ലാസ്മോഡിയം ട്രാൻസ്ഫോംസ് ഇൻടു എ സ്പോർ ബിയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡി. പ്ലാസ്മോഡിയം എന്തായി മാറും? ഒരു സ്പോർ ബിയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡി ആയി മാറുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ അറ്റത്ത് നിന്നുണ്ടാവും
സ്പോർസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാസ്മോഡിയത്തിൽ നിന്നും ഒരു സ്പോർ ബെയറിംഗ് ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ അറ്റത്ത് സ്പോർസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനാണ് എന്താ പറയുക, സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ ആയി കഴിഞ്ഞാലാണ് ഈ പ്ലാസ്മോഡിയത്തിൽ പോലെ ഒരുപാട് ഫ്രൂട്ടിംഗ് ബോഡീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇത് പ്ലാസ്മോഡിയായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഫുഡ് കിട്ടുന്നത് വരെ. അൺഫേവറബിൾ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിൽ നിന്നും ഇതുപോലെയുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ അറ്റത്ത് നിന്നുണ്ടാവും ദേ ബെയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്പ്. അപ്പോൾ ഈ ഇതിനകത്ത് ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ ടിപ്പിൽ എന്തുണ്ടാവും, സ്പോർസ് ഉണ്ടാവുന്നു. ഈ ഒരു പ്ലാസ്മോഡിയാണ് ഈ കാണുന്നത്, ഒരു സ്ലൈമി മാസ് ഓഫ് പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയത്തിൽ നിന്നുണ്ടായ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെയാണ് സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ പ്ലാസ്മോഡിയത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് ഈ സ്പൊറാഞ്ചിയം. ആൻഡ് ദ സ്പോർ പോസസ് ട്രൂ സെൽ വാൾ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞെന്താണ്, ഈ സ്ലൈം മോൾഡിന് സെൽ വാളോ മറ്റ് ലെയറൊന്നുമില്ല, സെൽ മെംബ്രെയിൻ ഔട്ടർ ലെയർ. പക്ഷേ ഈ സ്പോർ ഫോം ചെയ്യുന്ന സമയത്ത് ഈ സ്പോറിന് എന്തുണ്ടാവും, ട്രൂ സെൽ വാൾ ഉണ്ടാവും. അപ്പോൾ സ്പോറിന് മാത്രമാണ് സെൽ വാൾ ഉള്ളത്, അതിൻ്റെ മറ്റു സ്റ്റേജിലൊന്നും സെൽ വാളില്ല. അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇതിൻ്റെ പുറമേയുള്ള ലെയർ. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാരണം സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് ആ സെൽ മെംബ്രെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സിന് കാരണം അതിൻ്റെ കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല, നമുക്കത് മൂവ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ സ്പോറിൽ മാത്രം എന്തുണ്ടാവും, സെൽ വാള് ഉണ്ടാവുന്നു. ആൻഡ് ദി സെൽ വാൾ, these spores are extremely resistant and survive for many years. ഈ സ്പോറിന് നല്ലൊരു സെൽ വാൾ ഉണ്ട്. ഈ സെൽ വാൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്പോർ എന്താണ്, ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ്, വളരെയധികം പ്രതിരോധശേഷിയുള്ളതാണ്. ആൻഡ് ദേ ക്യാൻ സർവൈവ് മെനി ഇയേഴ്സ്, എത്ര വർഷം വേണമെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരാതെ ഈ സ്പോർ അങ്ങനെ നിലനിൽക്കും. ആൻഡ് ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസ്, എത്ര പ്രതികൂലമായ കണ്ടീഷൻസ് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഈ സ്പോറിന് ഒന്നും സംഭവിക്കില്ല. ഒരു സ്പോറിന് ഒന്നും സംഭവിക്കാതെ ഒരുപാട് കാലം അതിജീവിക്കാൻ ശേഷിയുണ്ട്, കാരണം അതിന് നല്ലൊരു സെൽ വാൾ ഉള്ളതാണ്. ആൻഡ് ദ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. അപ്പോൾ ഈ സ്പോർ എന്ത് ചെയ്യും, സ്പോർ ഫോം ചെയ്തതിനു ശേഷം വായുവിൽ അല്ലെങ്കിൽ എയറിൻ്റെ കാറ്റടിക്കുമ്പോൾ ഈ സ്പോർസ് ദൂരത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യും, വിതരണം ചെയ്യപ്പെടും. അപ്പോൾ ഈ സ്പോർസ് എന്ന് പറയുന്നത് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ. മറ്റ് പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ സ്പോർസിന് മാത്രമാണെന്നുള്ളത് സെൽ വാൾ ഉള്ളത്, മറ്റൊരു സ്റ്റേജിലും സെൽ വാള് ഇല്ല. ഈ സ്പോർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അത് കാറ്റടിക്കുമ്പോൾ വിദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പല സ്ലൈമോൾസിൻ്റെയും ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഈ കാണുന്നത്. പല തരത്തിലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സ്ലൈമോൾസിനും ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ഫോമിലുള്ള ഫ്രൂട്ടിംഗ് ബോഡിയും അതിൻ്റെ സ്പോറുമാണ് ഈ കാണിക്കുന്നത്. With the return of favorable condition, the spores germinate into flagellated haploid cells. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്പോർ എന്ത് ചെയ്യും, കാറ്റടിക്കുമ്പോൾ ദൂരത്തേക്ക് വിതരണം ചെയ്യപ്പെടും. ഇനി ഇത് വീഴുന്ന സ്ഥലത്ത് ഇത് അനുകൂലമായ ഒരു സാഹചര്യമാണെങ്കിൽ, അതാണ് വിത്ത് ദ റിട്ടേൺ ഓഫ് ഫേവറബിൾ കണ്ടീഷൻസ് ദ സ്പോർസ് ജെർമിനേറ്റഡ് ഇൻറ്റു ഫ്ലജല്ലേറ്റഡ് ഹാപ്ലോയിഡ് സെൽസ്. ഈ സ്പോർ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യുന്നു, ഹാപ്ലോയിഡ് സെൽസ് ആവുന്നു. ഹാപ്ലോയിഡ് സെൽസ് എന്താണ്, ഹാപ്ലോയിഡ് സെൽസ് എന്നാൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോം ഉള്ളതിനാണ് നമ്മൾ പറയുക ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. നമുക്കറിയാം ഈ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ടാവും. സിംഗിൾ സെറ്റ് ക്രോമസോമിനാണ് ഹാപ്ലോയിഡ് എന്ന് പറയുക. രണ്ട് സെറ്റ് ക്രോമസോം ഉണ്ടെങ്കിൽ അതിനാണ് ഡിപ്ലോയിഡ് എന്ന് പറയും. സോ ദീസ് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ഇൻ പെയർസ് ടു ഫോം സൈഗോട്ട്. ഈ സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്പോർസ് എന്തായി, ഹാപ്ലോയിഡ് ഫ്ലജല്ലേറ്റഡ് സെൽസ് ആയി മാറും. അതിന് ഫ്ലജല്ല ഉണ്ടാകും. സ്പോർസ് ഫ്ലജല്ലേറ്റഡ് ഹാപ്ലോയിഡ് സെൽസ് ആയി മാറും. ഈ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് കൂടിച്ചേർന്ന് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ സ്പോറ് ഡിസ്പേഴ്സ് ചെയ്യുന്നു. സ്പോർ വീഴുന്ന സ്ഥലത്ത് അനുകൂല സാഹചര്യമാണെങ്കിൽ ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഫ്ലജല്ലേറ്റഡ് ഹാപ്ലോയിഡ് സെൽസ് ആയി മാറുന്നു. ഈ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു.
and the diploid zygote grows into a new multinucleated plasmodium. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു മൾട്ടിന്യൂക്ലിയേറ്റഡ് പ്ലാസ്മോഡിയമായി മാറുന്നു. ഇതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള പ്ലാസ്മോഡിയം എന്നുള്ള ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറുന്നു. അതാണ് ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇതിൻ്റെ ജീവൻ തുടങ്ങുന്ന ഒരു സിംഗിൾ സെല്ലായിട്ടാണ്. ആ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തൊരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് പ്രോട്ടോപ്ലാസ് ആവുന്നു. ഈ മൾട്ടി ന്യൂക്ലിയേറ്റഡ് പ്രോട്ടോപ്ലാസ് പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഇങ്ങനെ ഇതിൻ്റെ ബോഡി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ദൂരേക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇതിന് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് ഇതിന് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നു. അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അനുകൂലമല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ സ്പോർ ഉണ്ടാവും. ഈ വിൻഡിൽ കാറ്റടിക്കുമ്പോൾ ഈ സ്പോറ് ദൂരത്തേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. ഈ സ്പോറ് വിതരണം ചെയ്യുന്നിടത്ത് ഇത് വീഴുന്ന ഭാഗത്ത് ഇതിന് അനുകൂല സാഹചര്യമാണെങ്കിൽ ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ഫ്ലജല്ലേറ്റഡ് ഹാപ്ലോയിഡ് സെൽസായി മാറുന്നു. ഈ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് വീണ്ടും എന്തായി മാറുന്നു? ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് പ്ലാസ്മോഡിയം ആയി ഫോം ചെയ്യുന്നു. ഇതാണ് ഈ സ്ലൈമോഡ്സിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജീവിത ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ഫോർമേഷൻ ഓഫ് സ്പോർ ഇസ് ആൻ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഈ സ്പോർ ഫോം ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ല ഈ സ്ലൈമോഡ്സിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എ സെല്ലുലാർ സ്ലൈമോഡ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ എസെല്ലുലാർ സ്ലൈമോഡ്സിനെ കുറിച്ച് മാത്രമാണ്. ഒരു എസെല്ലുലാർ സ്ലൈമോഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ ആണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിലെന്താണ്? ആദ്യം ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, പിന്നീട് അതിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ഹാപ്ലോയിഡ് ഫ്ലജല്ലേറ്റഡ് സെൽസായി മാറുന്നു. ഈ ഹാപ്ലോയിഡ് ഫ്ലജല്ലേറ്റഡ് സെൽസ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ആവുന്നു. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് വീണ്ടും പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് പ്രോട്ടോപ്ലാസമായി മാറുന്നു. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിള്. ഇതിനൊരു എക്സാമ്പിളാണ് ഫൈസാരം. നിങ്ങൾ ആദ്യത്തെ യെല്ലോ നിറത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു ഫിഗർ ഫൈസാരം എന്ന് പറയുന്ന ഒരു സ്ലൈമോൾസിൻ്റെ ചിത്രമാണ്. ഇത്രയാണ് എന്ത്? എ സെല്ലുലാർ സ്ലൈമോൾസ്. ഇനി സെല്ലുലാർ സ്ലൈമോൾസിലേക്ക് വരികയാണെങ്കിൽ, സെല്ലുലാർ സ്ലൈമോൾസ് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. സെല്ലുലാർ സ്ലൈമോൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ യൂണിന്യൂക്ലിയേറ്റഡ് സെൽസ്. സെല്ലുലാർ സ്ലൈമോൾസ് യൂണിന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ്. ആ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓരോ ഇൻഡിവിജ്വൽ സെൽസും ഇൻഡിവിജ്വലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ് സെല്ലുലാർ സ്ലൈമോൾസ്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് അവൈലബിൾ, ഫുഡ് അവൈലബിൾ അല്ലാതെ വരുന്നൊരു സമയത്ത് ഈ സിംഗിൾ സെൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ മാസ് ഓഫ് പ്രോട്ടോപ്ലാസമായി മാറും. അപ്പോൾ ഫുഡ് കിട്ടുന്ന സമയത്ത് ഇവരൊക്കെ ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുഡ് കിട്ടാതെ വരുന്ന സമയത്ത് ഈ ഇൻഡിവിജ്വൽ സെൽസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു കൂട്ടമായി മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്മോഡിയം പോലുള്ള ഒരു സ്ട്രക്ചറായി മാറുന്നു. പക്ഷെ ഇതെന്തല്ല, ഒരു ട്രൂ പ്ലാസ്മോഡിയം അല്ല. കാരണം ഇത് ഓരോ ഇൻഡിവിജ്വൽ സെൽസിന്റെ ഒരു കൂട്ടമാണ്, ഒരു ട്രൂ പ്ലാസ്മോഡിയം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെ പറയുന്നത് സ്യൂഡോ പ്ലാസ്മോഡിയം എന്നാണ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാൾസ്, ഒരു ഫാൾസ് പ്ലാസ്മോഡിയം ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ സെല്ലുലാർ സ്ലൈമോൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ സെൽസും ഫംഗ്ഷൻ ചെയ്യും. ഈ ഇൻഡിവിജ്വൽ സെൽസ് എല്ലാം കൂടെ ഫുഡ് ഇല്ലാത്ത സമയത്ത് എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു പ്ലാസ്മോഡിയം പോലെയുള്ള ഒരു സ്ട്രക്ചറായി മാറും. പക്ഷേ പ്ലാസ്മോഡിയം അല്ല. പ്ലാസ്മോഡിയം അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഈ സെൽസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ടില്ല, മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ല. ഇവരെല്ലാവരും യൂണിന്യൂക്ലിയേറ്റഡ് സെൽസിന്റെ ഒരു കൂട്ടമാണ്, പക്ഷേ പ്ലാസ്മോഡിയം പോലെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് സ്യൂഡോ പ്ലാസ്മോഡിയം അല്ലെങ്കിൽ ഫാൾസ് പ്ലാസ്മോഡിയം. ഇതാണ് സെല്ലുലാർ സ്ലൈമോൾസിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സെല്ലുലാർ സ്ലൈമോൾസ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരൊറ്റ മൾട്ടി ന്യൂക്ലിയേറ്റഡ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ആണ്. സെല്ലുലാർ സ്ലൈമോൾസ് ആണെങ്കിൽ ഇതെല്ലാം യൂണിന്യൂക്ലിയേറ്റഡ് ഉള്ള സെൽസിന്റെ ഒരു ഗ്രൂപ്പാണ്, പ്ലാസ്മോഡിയം പോലെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് സെല്ലുലാർ സ്ലൈമോൾസിൽ ഒരിക്കലും ഫ്ലജല്ലേറ്റഡ് സെൽസ് ഉണ്ടാവുന്നില്ല. നേരത്തെ പറഞ്ഞു
എസെല്ലുലാർ സെൽസിൽ എന്തുണ്ട്? എസെല്ലുലാർ സ്ലൈമോൾസിൽ ഫ്ലജല്ലേറ്റഡ് സെൽസ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സെല്ലുലാർ സ്ലൈമോൾസിൽ ഒരിക്കലും ഫ്ലജല്ലേറ്റഡ് സെൽസ് ഫോം ചെയ്യുന്നില്ല. അതാണ് സെല്ലുലാർ സ്ലൈമോൾസും എസെല്ലുലാർ സ്ലൈമോൾസും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ്. ഇപ്പോൾ സെല്ലുലാർ സ്ലൈമോൾസ് നിങ്ങൾക്ക് പഠിക്കാനില്ല, എസെല്ലുലാർ സ്ലൈമോൾസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ എസെല്ലുലാർ സ്ലൈമോൾസ് ആണ് ട്രൂ പ്ലാസ്മോഡിയൽ സ്ലൈമോൾഡ് എന്ന് പറയുന്നത്. സെല്ലുലാർ സ്ലൈമോൾഡ് ഒരു ഫാൾസ് പ്ലാസ്മോഡിയം അല്ലെങ്കിൽ ഒരു സ്യൂഡോ പ്ലാസ്മോഡിയമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ സ്ലൈമോൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. ബാക്കി എക്സ്ട്രാ ആയി അറിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം, അതായത് എസെല്ലുലാർ ഗ്രൂപ്പിനെ കുറിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഒരു ഗ്രൂപ്പ് കൂടെയുണ്ട്, പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ലാസ്റ്റ് ഗ്രൂപ്പ്. ആ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസിനെ കുറിച്ച് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.